നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണത്തിലെ ഒരു കറുത്ത നിഴൽ എന്തെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് പെൻഷൻ തന്നെയാണ്. പലവിധ സമരങ്ങളും പ്രതിഷേധങ്ങളും അധികാരികൾക്ക് നേരെ ഉണ്ടായിട്ടും മുടങ്ങിക്കിടക്കുന്ന പെൻഷന്റെ കാര്യത്തിൽ അണുവിട തീരുമാനമെടുക്കാൻ സർക്കാരിനായിട്ടില്ല. ഇതാ തന്റെ 5 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വീണ്ടെടുക്കാനായി റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചിരിക്കുകയാണ് ഒരു 90 വയസ്സുകാരി. വണ്ടിപ്പെരിയാർ സ്വദേശിനി പൊന്നമ്മയാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റോഡിലെ HPCയിൽ 1.5 മണിക്കൂറോളം പ്രതിഷേധ സമരം നടത്തിയത്. കുഞ്ഞമ്മ റോഡിൽ നിന്നതിനെ തുടർന്ന് ഈ സമയം ഇതുവഴി വന്ന വാഹനങ്ങൾ നിർത്തിയിട്ടു. സ്വകാര്യ ബസ്സും അല്പനേരത്തേക്ക് ഒന്ന് കുടുങ്ങി. പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാതെ റോഡിൽ നിന്നും മാറില്ല എന്നും പൊന്നമ്മയും മകൻ മായനും നിലപാടെടുത്തു. പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ച പൊന്നമ്മയെയും മകനെയും വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. HPCയിൽ ഒറ്റമുറി വീട്ടിലാണ് പൊന്നമ്മ കഴിയുന്നത്. കാത്തിരുന്ന മടുത്തു സമര തട്ടകത്തിലേക്ക് വയോധികർ പ്രായാധിക്യം പോലും മറന്ന് മുന്നോട്ടിറങ്ങുകയാണ്. ആരോഗ്യം നഷ്ടമായ ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാരുടെ ഏക ആശ്വാസമാണ് സർക്കാർ ക്ഷേമ പെൻഷൻ. തുടർ ഭരണമുണ്ടായാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു പിണറായി സർക്കാർ 2021 തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത്തെ ബജറ്റ് ധനമന്ത്രി അവതരിപ്പിക്കുമ്പോഴും വാഗ്ദാനം ചെയ്ത 2500 രൂപയിൽ നിന്നും 1600 നിൽക്കുകയാണ്. ഒപ്പം 5 മാസം വരെ പെൻഷൻ കുടിശ്ശികയും പെൻഷൻ സമയത്ത് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച കറിച്ചട്ടിയുമായി ഭിക്ഷാടന സമരം നടത്തിയ മറിയക്കുട്ടി അടക്കമുള്ളവർ വൻ വാർത്താ പ്രാധാന്യം നേടിയിട്ടും ഇക്കുറി ബജറ്റിൽ അവരെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല. ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ ഇന്ധന വിലയിൽ 2 രൂപ സെസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നിട്ടും 5 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതിനെ കുറിച്ച് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി വിശദീകരിച്ചത് പോലുമില്ല. അതേസമയം വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും തിരിച്ചു പോകില്ല എന്നും ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപിക്കുകയും അതേസമയം വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും തിരിച്ചു പോകില്ല എന്നും ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപിക്കുകയും ചെയ്തു. സുഗമമായ പെൻഷൻ വിതരണത്തിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്രമാണെന്നും തുറന്നു പറയുവാനും ധനമന്ത്രി മടിച്ചില്ല. 2024 കുടിശ്ശിക വരുത്താതെ ക്ഷേമ പെൻഷൻ നൽകും എന്ന് മാത്രമാണ് തുക വർധന പ്രതീക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന വയോജനങ്ങളുടെ പ്രതീക്ഷ. കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന പുറംചാരിയാണ് കേരളം നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ധനമന്ത്രി ബന്ധിപ്പിച്ചത്. കേന്ദ്രം എന്തൊക്കെ ചെയ്താലും കേരളം തളരില്ല, തകരില്ല, തകർക്കാനാകില്ല എന്ന് ആമുഖ പ്രസംഗത്തിൽ വെല്ലുവിളിച്ച ധനമന്ത്രി തന്റെ കയ്യിൽ ഒരു പ്ലാൻ B ഉണ്ടെന്ന അവകാശവാദവും ഉയർത്തി. സുപ്രീം കോടതിയിൽ കേരളം നൽകിയ കേസും ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ ഫെബ്രുവരിയിൽ തന്നെ നടത്തുന്ന സമരവും കേന്ദ്ര അവഗണന തിരുത്തുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേന്ദ്രം പ്രതികാര ബുദ്ധിയോടെ നടത്തുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കുമെന്നും ധനമന്ത്രി ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുറത്തെടുക്കുവാനുള്ള ആയുധമാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലാൻ B. ഈ പ്ലാൻ ബിയിലെങ്കിലും ഉണ്ടാകുമോ മറിയക്കുട്ടിമാർക്കുള്ള ആശ്വാസം?